നമ്മ പേടിച്ചിരുന്ന എന്തായാലും മരിക്കും. പിന്നെ എന്തിനാ പേടി ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. മിന്നൽ ഇടിവെട്ട് കാണുമ്പോൾ തന്നെ അയ്യോ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ കാണേണ്ടതൊക്കെ കണ്ട് ആസ്വദിക്കണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം പ്രകൃതി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ആസ്വദിക്കാനിരുന്നാൽ ചിലപ്പോൾ നമ്മ ഉണ്ടായില്ലെന്ന് വരും, കുഴിയിലോട്ട് എടുക്കേണ്ടി. പക്ഷെ നമ്മളുടെ ജീവിതം നമ്മ പരമാവധി എൻജോയ് ചെയ്യുക. അസുഖങ്ങൾ വരും, മനുഷ്യനായിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. അത് അവൾ അങ്ങനെയാണ്, ഇവളിങ്ങനെ ആയതാരുണ്ടാണ് അവൾക്ക് ആ അസുഖം വന്നതെന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറയാറുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്, ദൈവത്തിൻ്റെ ഇതുകൊണ്ടാണ്, ദൈവം തന്നതാണ്, അത് മനഃപൂർവ്വം തന്നതാണ് അസുഖങ്ങൾ. പക്ഷെ അസുഖങ്ങളും മനുഷ്യന് വരുന്നതാണ്. എല്ലാം മനുഷ്യനായി കഴിഞ്ഞാൽ ഇപ്പോൾ പണക്കാരായാലും കാശില്ലാത്തവനായാലും കാശുള്ളവനായാലും അസുഖം വരും. അതിൽ നമ്മ തളരരുത്, പൊരുതി ജീവിക്കുക. എന്തോരം ആൾക്കാർക്കാണ് പല അസുഖങ്ങളും, ഇതിനേക്കാളും വലിയ അസുഖങ്ങളൊക്കെ വന്നെങ്കിൽ അവരപ്പോൾ എന്തെങ്കിലും പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൊണ്ടാണ് അവർക്ക് അസുഖം തന്നെ അല്ല. ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങൾക്കൊക്കെ ഇപ്പോൾ ക്യാൻസർ വരുന്നു, അത് അവർ വെള്ളം അടിച്ചിട്ടും കള്ളു പിടിച്ചിട്ടും ഒക്കെ ആണോ അങ്ങനെ വരുന്നത്? ഒരിക്കലും അല്ല. അതന്നെ, ഇപ്പൊ ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങളാ തന്നെ. അവര് വയറ്റി കിടക്കുന്ന കൊച്ചു എന്ത് തെറ്റ് ചെയ്യാണ്? ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അവർക്ക് അസുഖം തന്നെ? അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഒത്തിരി പേര്, എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ കുറേ ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട എൻ്റെ സ്റ്റാഫുകൾ, എൻ്റെ ഞാൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ട ചേച്ചിമാർ, അവരൊക്കെ പറയും ഇപ്പം